ആറ്റുകാലമ്മയുടെ പൊങ്കാല മഹോത്സവം 23-ാം തീയതി കാപ്പുകെട്ട് ചടങ്ങുകളോടുകൂടി തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് 6ാം ഉത്സവ ദിവസമാണ്. ലോകപ്രശസ്തമായ പൊങ്കാല മാർച്ച് 3-ാം തീയതിയാണ്. ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് വളരെയേറെ പ്രത്യേകതകളും ദൈവികമായിട്ടുള്ള പല അനുഗ്രഹങ്ങളും കിട്ടത്തക്കവണ്ണമുള്ള ഒരു സന്ദർഭത്തിലാണ്, ചന്ദ്രഗ്രഹണ സമയത്താണ് നടക്കുന്നത്. ചന്ദ്രഗ്രഹണം ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ പൊങ്കാല 9:45 പണ്ടാര അടുപ്പിൽ തീ പകരുകയും ആ തീ ഭക്തജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നതാണ്. അതിനുശേഷമാണ് 2:15 നിവേദ്യം നടത്തുന്നത്. നിവേദ്യം കഴിഞ്ഞതിന് ശേഷം ജ്യോതിഷ നിർദ്ദേശമനുസരിച്ചാണ് 3:10 മുതൽ വൈകുന്നേരം 7 മണി വരെ ഭക്തജനങ്ങൾക്ക് ദർശനം അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് നമുക്ക് സംഭവിക്കുന്നത് അന്ന് വരുന്ന താലപ്പൊലികളുടെ സമയത്തിൽ കുറച്ച് കുറവുകൾ വരും. അതുകൊണ്ട് ട്രസ്റ്റിലെ എല്ലാവരുമായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് താലപ്പൊലിക്കാർ കഴിയുന്നതും 1:30 മണിക്ക് മുമ്പായിട്ട് ദേവീ സന്നിധിയിലെത്തി ദർശനം നടത്തിയാൽ കൊള്ളാമെന്ന് ഉണ്ട്. അത് പാലിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവിധ പ്രവർത്തനങ്ങളും കഴിഞ്ഞു. നമ്മളിപ്പോൾ പൊങ്കാല എന്ന് പറയുന്ന ചടങ്ങിലേക്ക് ഉള്ള അവസാനഘട്ട ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൻ്റെ തിരക്കിലാണ്. നമ്മൾ ഇതിനു വേണ്ടിയിട്ട് വിവിധ യോഗങ്ങൾ കൂടുകയും അതിനുവേണ്ടി എല്ലാ നടപടികളും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ തലത്തിലുള്ള ഏജൻസികളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെയും തൊഴിൽ വകുപ്പ് മന്ത്രിയുടെയും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയും മേയറുടെയും കളക്ടറുടെയും സബ് കളക്ടറുടെയും ഒക്കെ അധ്യക്ഷതയിൽ വിവിധ യോഗങ്ങൾ കൂടുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 3:10 നമ്മുടെ സാങ്കേതികപരമായിട്ട് നട അടയ്ക്കുന്നതെങ്കിൽ പോലും വിവിധ ചടങ്ങുകൾ അതിന് മുമ്പുണ്ട്. നമ്മുടെ നിവേദിക്കുന്നതിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചടങ്ങുകൾ നേരത്തെ ആരംഭിക്കും. ഏകദേശം 1:30 മണി തൊട്ട് തന്നെ ആൾമോസ്റ്റ് ദർശനം പരിമിതപ്പെടുത്തേണ്ടി വരും, നിയന്ത്രിക്കേണ്ടി വരും. 1:30 മണിക്ക് ശേഷം തന്നെ ദർശനം ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ 7 മണിക്ക് നട തുറന്നാൽ പോലും അത് കഴിഞ്ഞ് അടുത്ത ചൂരൽ കുത്ത് അങ്ങനെയൊക്കെയുള്ള ചടങ്ങിലേക്ക് കയറും. അപ്പോഴേക്കും ദർശന നിയന്ത്രണം ഉണ്ടാവും. ഫലത്തിലേശം 1:30 മണി കഴിഞ്ഞാൽ ദർശനം വളരെ പരിമിതപ്പെട്ടുള്ള രീതിയിലായിരിക്കും നടക്കുക എന്നാണ് ഇപ്പോഴത്തെ നിലയിൽ മനസ്സിലാവുന്നത്. അതുകൊണ്ട് എല്ലാവരും 1:30 മണിക്ക് മുമ്പ് തന്നെ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കേണ്ട ഒരു സാഹചര്യമാണ് പൊങ്കാല ദിവസം കാണുന്നത്. ഇവിടെ എടുത്തു പറഞ്ഞ കാര്യങ്ങളിൽ താലപ്പൊലി ദർശനം ഇത് നിങ്ങൾ വഴി എല്ലാവർക്കും എത്തണം എന്നുള്ളതാണ്. അതുപോലെ ഈ തിരക്ക് ഓരോ വർഷവും തിരക്ക് കൂടി വരുന്നു. അപ്പൊ അതിനുവേണ്ടി ഒരുപാട് നിർദ്ദേശങ്ങളാണ് ഞങ്ങൾക്കും പല കാര്യങ്ങളിലും കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിലൊന്നാണ് താലപ്പൊലി കുട്ടികളുടെ കൂടെ 2 പേരെ വീതമേ ക്ഷേത്രത്തിനുള്ളിലോട്ട് കയറ്റാൻ സാധിക്കും. കാരണം താലപ്പൊലി കുട്ടികളും അവരുടെ കൂടെ വരുന്നവരും ഒരു ക്യൂ, മറ്റ് സാധാരണ ദർശനത്തിന് വരുന്നത് വേറൊരു ക്യൂ ആണ്. അപ്പോൾ താലപ്പൊലി കുട്ടികളുടെ കൂടെ 2 പേരെയാണ് ആ ക്യൂവിൽ ഉൾപ്പെടുത്തി ക്ഷേത്രത്തിനുള്ളിലോട്ട് വിടുന്നത്. അതിനും നിങ്ങളൊരു മീഡിയ വഴി ഒന്ന് ഭക്തജനങ്ങളിൽ എത്തിച്ചാൽ നല്ലതായിരുന്നു. ഇവിടെ നമ്മുടെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ 3 വിഗ്രഹങ്ങളുണ്ട്. അതിൽ ഒന്ന് മൂലവിഗ്രഹം നമ്മുടെ പ്ലാവിൻ തടിയിൽ നിർത്തി അതിനെ കൊത്തിയെടുത്ത് മുമ്പ് മുതൽ ഇത് ആരാധിച്ചു വരുന്ന മൂലവിഗ്രഹമാണ്. അത് പ്ലാവിൻ തടിയിലാണ്. അതിലാണ് മുമ്പേ മുഴുക്കാപ്പ് ചാർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് തങ്ക അങ്കി നിർമ്മിച്ച് അതിനെ നിർമ്മിച്ചിരിക്കുകയാണ്. അതിനകത്ത് പ്രത്യേക ഇപ്പം അഭിഷേകമൊന്നുമില്ല. അതിൻ്റെ 2ാമത്തെ വിഗ്രഹം എന്ന് പറയുന്നത് പഞ്ചലോകത്തിൽ തീർത്ത അഭിഷേക വിഗ്രഹമാണ്. അതിനകത്താണ് എല്ലാ അഭിഷേകങ്ങളും നടക്കുന്നത്. 3ാമത്തേതെന്ന് പറഞ്ഞാൽ ശ്രീബലി വിഗ്രഹമാണ്. അത് വെള്ളിയിൽ തീർത്തതാണ്. അത് ശ്രീബലിക്കും മറ്റും പുറത്ത് ഉപയോഗിക്കുന്നതാണ് ഈ വിഗ്രഹം. ഇങ്ങനെ 3 വിഗ്രഹങ്ങളുണ്ട്. അത് ഈ ദാരുവിഗ്രഹം എന്ന് പറയുന്നത് ആറ്റുകാലിൽ നിന്ന് തന്നെ ഉള്ള ഒരു പ്ലാവിൻ തടിയിലാണ് വളരെ പണ്ട്, വളരെ പ്രാചീന കാലം മുതൽ വെച്ച് ആരാധിക്കുന്നതാണ്.
ആരാധിക്കുന്ന വിഗ്രഹമാണ്. പിന്നെ എഴുന്നള്ളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ ഒരുക്കങ്ങളും എഴുന്നള്ളത്തിനെ പറ്റി എല്ലാ കാര്യങ്ങളും ആനയുടേതായിരുന്നാലും തിടമ്പായിരുന്നാലും ബാക്കിയുള്ള കുട ചമയങ്ങളെല്ലാം നമ്മൾ ഒരുക്കി കഴിഞ്ഞു. ഇവിടുന്ന് ഇത് പോയി കഴിഞ്ഞാൽ മണക്കാട് ശാസ്താവ് ദേവിയുടെ സഹോദരൻ എന്നാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത്. അത് അവിടെ ചെന്ന് ആനപ്പുറത്ത് എഴുന്നള്ളി അവിടെ ചെന്ന് ഇറക്കി പൂജയ്ക്ക് ശേഷം തിരിച്ച് എഴുന്നള്ളി ഇവിടെ വന്ന് ദേവിയെ അകത്ത് എഴുന്നള്ളിച്ച് രാത്രി കാപ്പഴിച്ച് അതിനുശേഷം കുരുതി തർപ്പണത്തോടുകൂടി ചടങ്ങുകൾ അവസാനിക്കും. ഇത്രയാണ് പറയാനുള്ളവർ. എല്ലാ മീഡിയക്കാരും സഹകരിച്ച് നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം വളരെ ഭംഗിയായിട്ട് നടത്താൻ എല്ലാ അനുഗ്രഹങ്ങളും ദേവി നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വാഗമൺ സ്പൈസസ്. വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു.